നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജ്വല്ലറി കളക്ഷൻ കാണിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ഒരു ബോക്സിലും കൂടി കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ട്വൻസ് ഗാലക്സിയുടെ ബോക്സാണ് കേട്ടോ. ഇതിനകത്ത് അന്ന് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു കമ്മലിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് സംഭവം. ഭയങ്കര ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയാണ്, ഗംഭീര സാധനമാണ് കേട്ടോ. ഒരു സ്റ്റഡും കൂടി ഉണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കമ്മലിൻ്റെ സെറ്റ്. ഇതിനകത്ത് ഹൂപ്പും സ്റ്റഡ്സുമാണ് വരുന്നത്. കുറേ കമ്മലുകളുണ്ട് കേട്ടോ. 250 അങ്ങനെ എത്ര കണ്ടായിരുന്നു റേറ്റ്. പക്ഷേ ആ ഒരു റേറ്റിന് നമുക്ക് വർത്തായിട്ടുള്ള കമ്മലാണ് കേട്ടോ. നല്ല വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും. ഇതാണ് സംഭവം. ഇതൊക്കെ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇത് മീഷോന്ന് തന്നെ വാങ്ങിയിട്ടുള്ളൊരു മാലയാണ്. ഇതും മീഷോന്ന് വാങ്ങിയിട്ടുള്ള മാലയാണ്. ഇതും മീഷോന്ന് വാങ്ങിയിട്ടുള്ള മാലയാണ്. ഇതിൻ്റെ വീഡിയോയും ഷോർട്ട് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു റെഡ് ബട്ടർഫ്ലൈ ആണ്. അത് കൊട്ടിപ്പടിയിൽ പെരുന്നാളിന് പോയി വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെയാണ് പിന്നെയുള്ള മാലകൾ. ഇനി കുറച്ച് കൈ ചെയിനാണ്. കുറച്ചല്ല, 2 കൈ ചെയിൻ ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഇതാണ്. ഇതൊരു സിൽവർ ഷെയ്ഡിൽ വരുന്ന കൈ ചെയിനാണ്. കൂടെ മൾട്ടി കളറിലാണ് ഇതിൻ്റെ സ്റ്റോൺസ് പോയിട്ടുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വെച്ച് കണ്ടോ. ഇങ്ങനെയാണ് ഇത് പറയുന്നത് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൈ ചെയിൻ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും. പിന്നെ അടുത്തത് ഒരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കൈ ചെയിനാണ് കേട്ടോ. മണിമണിക്ക് വെക്കുന്നൊരു കൈ ചെയിനാണ് കണ്ടോ. അപ്പം അതാണ് 2 കൈ ചെയിൻ വരുന്നത്. പിന്നെയുള്ളത് ഞാൻ ഗുരുവായൂരിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ കുഞ്ഞൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റഡാണ് കേട്ടോ. പിന്നെ ഇതൊരു ഒരു കമ്മലാണ്, നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു കമ്മലാണ്. അടുത്തത് ഇത് കൊരട്ടിപ്പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതും കൊരട്ടിപ്പള്ളിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു സിമ്പിൾ ഹൂപ്പ് കമ്മലാണ്. അടുത്തത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ സ്റ്റഡ് വരുന്ന കമ്മലാണ് കേട്ടോ. അടുത്തത് ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു കുഞ്ഞി സ്റ്റഡാണ്. ഇനി കുറച്ച് ഐറ്റംസ് എൻ്റെ പഴയ സംഗതികളാണ് കേട്ടോ. അതെല്ലാം ഇതിനകത്ത് വെച്ചേക്കാണ്. ഇത് കുറച്ചധികം പഴയതാണ്. എനിക്ക് കളയാൻ മനസ്സ് തോന്നാത്ത സംഭവങ്ങളാണ് കേട്ടോ. ഇതൊരു കമ്മലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗണപതിയുടെ ഒരു കമ്മലുണ്ട്. ഇത് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇട്ടേക്കുന്നത്. ഇതൊരു കൈ ചെയിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു സ്റ്റഡാണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു കമ്മലാണ്. പിന്നെ വീണ്ടും ഒരു ജൂക്കാണ് കേട്ടത്. പിന്നെ ഇതിനകത്ത് എന്തോ വളയുണ്ട്. അതിൻ്റെ ഷെയ്ഡൊക്കെ പോയി. കളർ മഞ്ഞയിലാണ്. പക്ഷേ എങ്കിലും കളയാനായിട്ട് എനിക്ക് തോന്നുന്നില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ്. അടുത്തത് ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഞാൻ റെസിൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് കേട്ടോ. ഇത് പിന്നെ കണ്ടോ, അതുപോലെ തന്നെ വേറെ ഷേപ്പിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഷേപ്പും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. പിന്നെ പിന്നെ ഇതൊരു കുട്ടി സ്റ്റഡാണ് കേട്ടോ. പിന്നെ ഇത് അങ്ങനെ കുറച്ച് കമ്മലുകളൊക്കെ ഈ ഒരു ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ജ്വല്ലറീസ് കേട്ടോ. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള ഹെയർ ആക്സസറീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഇതാണ് കേട്ടോ. ഇതിൽ കുറച്ച് സംഗതികളൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഹെയർ ടൈ ആണ്. ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും. ഇതിൻ്റെ ടാഗൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് സംഭവം. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ളൊരു ഹെയർ ടൈ ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ബോബി പിന്നിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് മൾട്ടി കളറായിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്ന ഒരു സ്ലൈഡാണ്. ഖത്തറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അടുത്തത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഹെയർ സ്ലൈഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർഫ്ലൈ. അതുപോലെ തന്നെ ബോർഡർ ഷേപ്പ് വരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഒരു സൺഫ്ലവറിൻ്റെ ഒരു സ്ലൈഡാണ്. അടുത്തത് ഈ ടെയിലുള്ള ടൈപ്പ് ഒരു ഹെയർ ടൈ ആണ് കേട്ടോ. ഇത് തന്നെ വേറെയും ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഷെയ്ഡിൽ വരുന്നുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബോക്സിൽ വരുന്നത് ഈ ഒരു ക്രാബാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. നല്ല ഭംഗിയത് കാണാനായിട്ട്. പിന്നെ ഒരു തൊപ്പിയുടെ ഷേപ്പിൽ വരുന്ന ഒരു സ്ലൈഡാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്ക്രഞ്ചീസാണ്. ഇതൊരു വൈറ്റ് റെഡ് കളറിൽ വരുന്ന ഒരു ഹെയർ ടൈ ആണ്. പിന്നെ ഇതും ഒരു ഹെയർ ടൈ ആണ്. ഇതും ഒരു ഹെയർ ടൈ ആണ്. ഇതും ഒരു ഹെയർ ടൈ ആണ്. നല്ല സ്ട്രോബെറിയുടെ ഷേപ്പ് വരുന്നത്. ഇത് നല്ല മുന്തിരിയുടെ ഹെയർ ടൈ. പിന്നെ കുറച്ച് സ്പൈറൽ ഹെയർ ടൈസ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഹെയർ ടൈ. പിന്നെ ഇത്
ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ വരുന്ന ഒരു ഹെയർ ടൈ ആണ് കേട്ടോ. ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് ഉണ്ട്, അത് വേറെ ഏതെങ്കിലും ബോക്സിൽ ഉണ്ടാവും. അടുത്തത് ഇത് ഹെയർ ടൈ ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പ് എപ്പോഴെങ്കിലൊക്കെ കാണിച്ചിട്ടുണ്ടാവണം ഏതെങ്കിലും ഹോൾ വീഡിയോയിൽ. ഓൺലൈനായിരിക്കും കേട്ടോ കുറേയൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ പോകുമ്പോൾ കുറേ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഗുരുവായൂർ ഇങ്ങനത്തെ കുറേ ഹെയർ ടൈസും ഹെയർ ക്ലിപ്സൊക്കെ നല്ല ഭംഗിയുള്ളത് കാണാറുണ്ട്. അപ്പോൾ ഈ ബോക്സ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഇത് തുറക്കാം. ഇതിനകത്ത് കുറച്ച് ഹെയർ ബാൻഡുകളാണ്. ഇതാണ് ഫസ്റ്റത്തെ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ ഇത് ടെയിലുള്ള ഒരു ഹെയർ ടൈ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ളത് കാണാൻ. അടുത്തത് നേരത്തെ ഞാൻ കാണിച്ച ഒരു ഹെയർ ടൈ ഉണ്ടല്ലോ പിങ്ക്, അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് സ്റ്റുഡിയോലത്തെയാണ്. പിന്നെ അടുത്തത് നേരത്തെ ഞാൻ കാണിച്ചത് ഒരു ലാവൻഡർ ഷെയ്ഡ് ഹെയർ ടൈ, അതിൻ്റെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡാണ്, സ്റ്റുഡിയോലത്തെയാണ്. പിന്നെ ഇത് എവിടെ നിന്നായിരുന്നു, ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതാണ് സംഭവം. ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഇതും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു കവറിൽ ഞാൻ ഇട്ട് വെച്ചിരുന്നത്. അടുത്തത് കുറച്ച് ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. ഇത് 3 ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അത് 3 ഈ അടുത്ത് ഞാൻ അൺബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് 3 ഹെയർ ബാൻഡ്സ്. പിന്നെ അൺബോക്സ് കറിൽ തന്നെ വാങ്ങിയിട്ടുള്ള കുറച്ച് വേറെ സംഭവങ്ങളാണ് ഇതും അങ്ങനെ കാണിക്കാനൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് ഹെയർ ടൈസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കണ്ടോ, കുറച്ച് ഹെയർ ക്ലിപ്സും പിന്നെ ബോബി പിൻസും മൾട്ടി കളറിൽ വരുന്ന ഇയർ സ്ലൈഡ് ഉണ്ടല്ലോ, അതാണിത്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. അതിനകത്ത് ഇനിയുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെയുള്ളത് ഈ ഒരു ബോക്സാണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ 2 ഹെയർ ടൈസ് വരുന്നുണ്ട്. ഇത് വേറൊരു ഹെയർ ടൈ, ഇതൊരു ഹെയർ ക്ലിപ്പാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിത്, കണ്ടോ നല്ല രസമില്ലേ. പിന്നെ ഇത് അടുത്തത് ഇതാട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണിത്. ഒരു മൊയിലിൻ്റെ എന്തിൻ്റെ ഒരു ഷേപ്പ് വരുന്നൊരു സംഭവമാണ്. അടുത്തത് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു സ്ലൈഡാണ് കേട്ടോ. പിന്നത്തത് ഇതാണ്. ഇത് എവിടെ വാങ്ങിയത് തൊട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇതാണ് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതും ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു ഹെയർ ക്ലിപ്സാണ്. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. പിന്നെ ഇത് ഇതിനകത്ത് കുറച്ച് എൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ട കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്സാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ മുത്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പാണിത്. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോർ അല്ലെങ്കിൽ മീഷോ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടുള്ളത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയുള്ളത് ഞാൻ എന്തായാലും വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ ഇതെല്ലാം തന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ ഒതുക്കാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒതുക്കലുണ്ടാവില്ല. പിന്നെ ഇതിന് കുറേ സാധനങ്ങൾ കാണാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പം ഒതുക്കി പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഈ ഒരു ബോക്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ബോക്സാണ് കേട്ടോ. ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹെയർ ക്ലിപ്സാണ് കേട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത്, അതുപോലത്തെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഗ്രീൻ ഷെയ്ഡ്. ഇതൊക്കെ സെറ്റാണ് കേട്ടോ. ഇതുപോലെയുള്ള സെറ്റുകളാണ്. ഇതിന് ഖത്തറിന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പുതിയതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അടുത്തത് ഇതാണ്. ഇതാണ് നോർമൽ ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത്രയ്ക്കാണ് ഈ ഒരു ബോക്സിൽ ഉള്ള സംഭവം. അടുത്തത് ഈ ഒരു ഹെയർ ടൈയുടെ ഒരു സെറ്റാണ് കേട്ടോ. ഗുരുവായൂർ വാങ്ങിയതായിരുന്നു. ഇതും ഗുരുവായൂരിൽ മുൻപ് പോയപ്പോൾ വാങ്ങിയതായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് ഇയർ ക്ലിപ്പ് സ്ലൈഡും ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ സ്ലൈഡുകളുണ്ടല്ലോ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത്, അതുകൊണ്ട്. പിന്നെ ഇത് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളൊരു ക്രാബാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ, കുറേ നാളായി വാങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതുണ്ട്. ഇനി കുറച്ച് ഹെയർ ക്ലിപ്പുകളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഇതാണ്. ഇത് അൺബോക്സ് കറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഈ ഒരു സംഗതിയാണ്. ഇത് ഖത്തറിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് പിന്നെ മീഷോ, ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡിലുള്ളൊരു സംഭവമാണിത്. അടുത്തത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലുണ്ട് ഈ സംഭവം. ഇൻസ്റ്റാഗ്രാം പേജിലായിക്കോട്ടെ അല്ലെങ്കിൽ മീഷോയിലുണ്ട്. പിന്നെ എവിടെയാണ്, ഫ്ലിപ്കാർട്ടിലൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഖത്തറിൽ നിന്നാണ് ഞാനിത് വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണ് സംഭവം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാതും സ്റ്റോൺ വന്നിട്ടുള്ളത് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതിടും. എന്നിട്ട് ഞാൻ ഈ ഒരു സംഭവം ആ ഒരു കവറിൽ തന്നെ ഇടും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. ഇതിനകത്തുള്ള ആ ഒരു സ്റ്റോണിൻ്റെ ഭംഗിയുണ്ടല്ലോ, അതൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിൽ തന്നെയാണ് ഇട്ട് വെക്കാറ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് കവറിൽ തന്നെയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ബോക്സാണ്. ഇത് ഞങ്ങളുടെ കല്യാണത്തിന് പെൻ ഡ്രൈവ് ഇട്ട് തന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഹെയർ ടൈസ് ഉണ്ട്. നോർമൽ ഹെയർ ടൈസ് ആണ് കേട്ടോ.
പല ഷെയ്ഡിൽ വരുന്ന കുറച്ച് ഹെയർ ടൈകളാണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല, ഒരു പിങ്ക്, അതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെയാണ് ഈ ഒരു കുട്ടി ബോക്സിൽ ഉള്ളത്. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ഹെയർ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെറ്റാണ്. ഇത് അൺബോക്സ് കറിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതിനകത്ത് കുറേ റബ്ബർ ബാൻഡ്സ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്പറൊന്നും കൊടുത്തില്ല. ഇതാണല്ലോ ഇങ്ങനത്തെ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന റബ്ബർ ബാൻഡാണ്. ഞാൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. മൾട്ടി കളറിൽ വരുന്നതും ഉണ്ടായിരുന്നു, ഞാൻ ബ്ലാക്ക് എടുത്തു മാത്രം. ഇതാണ് സംഭവം. പിന്നെ ഗുരുവായൂർ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ലൈഡാണ് കേട്ടോ. നല്ല ടെഡി ബിയറിൻ്റെ ഒക്കെ ഒരു സംഭവം വരുന്നൊരു കുട്ടി സ്ലൈഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ ഉപയോഗിക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടമാണ്. ഇതിന് മാത്രം മുടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടി തീരില്ല, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനും വാങ്ങാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്വല്ലറി കളക്ഷനും ഹെയർ ആക്സസറി കളക്ഷനും ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.